അപ്പൊ ഇതിൽ എന്താ ഉളത്തരം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണെന്നാ പറഞ്ഞു. 200 rupees വർത്ത് ആണ്. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നത് കൽക്കി മൂവിനെ പറ്റിച്ച് എൻ്റെ ഒരു ചെറിയ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൽക്കി റിലീസ് ചെയ്തെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ കാണുന്നുണ്ടായിരുന്നു. അപ്പം ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് കൈരളി തിയേറ്ററിൽ നൈറ്റ് 11:55 ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം ഞാനിതിൻ്റെ പ്രൊമോഷൻ വീഡിയോസിനൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ റിവ്യൂസ് ആയിട്ടൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഒരു നൈറ്റ് ഒരു 9 ഒക്കെ കഴിഞ്ഞപ്പം ഒരു റിവ്യൂ കാണാൻ വെച്ച് ഫേസ്ബുക്ക് നോക്കി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റിവ്യൂ ഞാൻ കണ്ടു. അപ്പം അത് കണ്ടപ്പം എന്തിനാ ഞാൻ ബുക്ക് ചെയ്തതെന്നായിപ്പോൾ എനിക്ക് തോന്നി. കാരണം അത്ര നെഗറ്റീവാണ് മൂവിനെ പറ്റി പറഞ്ഞത്. ലൈക്ക് അതിൻ്റെ VFXനെ പറ്റിയിട്ട്, കാസ്റ്റിൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ട് എല്ലാം അത്രയും നെഗറ്റീവായിട്ടാണ് അവർ പറഞ്ഞത്. പിന്നെ പൈസ കൊടുത്തല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നൈറ്റ് കാണാൻ പോയി. അപ്പം കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതുപോലത്തെ റിവ്യൂസ് മതി ഒരു നല്ല സിനിമനെ വരെ താഴ്ത്തിക്കട്ടെ. എനിക്ക് പേഴ്സണലി ഈ മൂവി നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഒരു ഇത് തോന്നിയത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ടുണ്ടാവുന്നു. സെക്കൻഡ് ഹാഫ് ദി എൻഡ് എന്ന് ലാസ്റ്റ് കാണിച്ചപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് തീർന്നത് ഞാൻ അറിഞ്ഞേക്ക്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ ഞാൻ കണ്ട ആ ഒരു റിവ്യൂല് ഇവർ പറഞ്ഞത് വെച്ചാൽ നല്ല ഊള VFX ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതിൽ എന്താ ഊളത്തരം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണെന്നാ പറഞ്ഞത്. VFX പറഞ്ഞാൽ തന്നെ അതിലൊരു ആർട്ടിഫിഷ്യൽ ആണല്ലോ, പക്ഷെ ഒരു ഭാഗം പോലും എനിക്കത് ബോറായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. ഓരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മൾ പെർഫെക്റ്റ് നമ്മൾ തന്നെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. എസ്പെഷ്യലി മഹാഭാരതം റിലേറ്റഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അമിതാഭ് ബച്ചന്റെ ആ ഒരു റോളാണ്. ഒരു രക്ഷയില്ല. ഇങ്ങനെ ഓരോ സീനിൽ നമുക്കിങ്ങനെ എഡിറ്റ് വെക്കാൻ തോന്നും, അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് മഹാഭാരതം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിന്റെ ഈ സീൻസ് ഒക്കെ വന്നപ്പോണ്ടല്ലോ എനിക്ക് നല്ല ഗൂസ് ബംസാണ് വന്നത്. അപ്പം ഈ മഹാഭാരതം അറിയാത്തവർക്കൊക്കെ ചിലപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഒരു ക്യാരക്ടേഴ്സ് റോൾസ് ഒക്കെ. പക്ഷെ ഈ ഒരു സീരിയൽ ഞാൻ ഇരുന്ന് കണ്ട ഒരാളായിട്ട് എനിക്ക് അത്യാവശ്യം അറിയായിരുന്നു. പിന്നെ നല്ല ഗൂസ് ബംസ് ആണ് മഹാഭാരതം സീൻസ് ഒക്കെ എനിക്ക് തോന്നിയത്. ഞാനിങ്ങനെ ലൈവായിട്ട് റിവ്യൂ ചെയ്യാത്ത ഒരാളാണ്. എനിക്കൊന്നും ഇതിന്റെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാനിങ്ങനെ ഒരു റിവ്യൂ പറയുന്നത് തന്നെ. ഞാനിത് മെയിനായിട്ട് എന്താ ചെയ്യാൻ കാരണം വെച്ചാൽ ഇന്നലെ ആ ഒരു മൂവി കഴിഞ്ഞ് വന്ന് ഇറങ്ങിയപ്പം എനിക്ക് തോന്നി ഞാൻ ആ ഒരു റിവ്യൂ കേട്ടിട്ട് ഈ ഒരു മൂവി കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് മിസ്സായിട്ടുണ്ടാവും. കാരണം ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. 200 rupees വർത്ത് ആണ്. അപ്പൊ ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ബൈ.